നന്ദിനി ഗ്രാമത്തിൽ ഒരു പഴയ പാലമുണ്ടായിരുന്നു. കാലപ്പഴക്കം കൊണ്ട് പാലം തകരാൻ തുടങ്ങി. പാലത്തിന്റെ തകരാറ് പരിഹരിക്കാൻ ആരും തയ്യാറായില്ല. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി സ്വന്തം പ്രശ്നങ്ങളും തിരക്കുകളുമായി കടന്നുപോയി. പാലത്തിന്റെ പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാരാണെന്ന് ചിലർ പറഞ്ഞു. എനിക്ക് സമയമില്ല എന്ന് മറ്റു ചിലരും പറഞ്ഞു. ആ പ്രശ്നം പരിഹരിക്കുന്നതിനായി ആരും തന്നെ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ട ഒരു അപ്പൂപ്പൻ അവരോട് പറഞ്ഞു, ഈ പാലമില്ലാതെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാകുമോ? കർഷകർക്ക് വിളവ് വിറ്റഴിക്കാൻ കഴിയുമോ? നമ്മൾ ഒരു ദിവസം ചിലവഴിച്ചാൽ നമ്മുടെ ഗ്രാമം രക്ഷപ്പെടും. ഈ വാക്കുകൾ എല്ലാവരുടെയും മനസ്സിൽ പുതിയ ചിന്തയുണർത്തി. പാലത്തിന്റെ പുനർനിർമ്മാണത്തിനായി ഗ്രാമം ഒത്തൊരുമിച്ച് പണിയാൻ തുടങ്ങി. പുരുഷന്മാർ മരപ്പലകകൾ ചുമന്നും സ്ത്രീകൾ ഭക്ഷണം ഉണ്ടാക്കിയും യുവാക്കൾ നന്നായി പണിയെടുത്തും കുട്ടികൾ അവരവരാൽ ചെയ്യാവുന്ന ചെറിയ ചെറിയ പണികൾ ചെയ്തും സഹായിച്ചു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ പാലം പണി പൂർത്തീകരിച്ചു. പാലത്തിനരികിൽ നിന്നുകൊണ്ട് ആ അപ്പൂപ്പൻ പറഞ്ഞു, സ്വന്തം കാര്യം മാത്രം നോക്കിയാലും നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഒരുമിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. നമ്മുടെ ജീവിതവും ഈ കഥ പോലെ തന്നെയാണ്. നാം ആയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ പലപ്പോഴും നമ്മളിത് എൻ്റെ കാര്യമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും. പക്ഷേ ഒരു കാര്യം മറക്കരുതേ, ഞാനായിരുന്നാലും നമ്മൾക്ക് ജീവിക്കാം. എന്നാൽ നമ്മളായി ജീവിച്ചു കഴിഞ്ഞാൽ അതിന് ജീവിതത്തിൽ സന്തോഷം ഏറെയായിരിക്കും. സമൂഹത്തിൽ ഒത്തൊരുമയുണ്ടെങ്കിലേ മാറ്റം സംഭവിക്കൂ. അതിനാൽ നാം നമ്മോട് തന്നെ എന്നും ചോദിക്കുക, ഞാൻ ഇന്ന് ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു പാലം പണിയാൻ സഹായിക്കുന്നുണ്ടോ? അതോ ഇതെന്റെ കാര്യമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാറാണോ എന്ന്. ഈ ഒരു ചിന്ത നിങ്ങളിൽ അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു കഥ ഞാനിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.